ചേട്ടായി, നമ്മൾ മോട്ടോർ ഹോമിലുള്ള യാത്ര ഓൾമോസ്റ്റ് തീരാറായല്ലോ. അപ്പം ഈ വണ്ടി എടുക്കാനുള്ള റീസണും അതിൻ്റെ റേറ്റും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് ഒന്ന് ഒരു അറിവ് കൊടുക്കാൻ പറ്റുമോ? മോട്ടോർ ഹോം എക്സ്പീരിയൻസ് നമ്മൾ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മോട്ടോർ ഹോം അല്ലെങ്കിൽ ഒരു ക്യാമ്പർ വാൻ, കാരവാൻ എക്സ്പീരിയൻസ് ന്യൂസിലൻഡിൽ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതങ്ങനെ ആലോചിച്ചൊരു കാര്യമായിരുന്നു. അത് പ്രാവശ്യം മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ അത് അങ്ങനെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മളത് മെയിനായിട്ട് ഇതെടുത്തത്. അതിൻ്റെ അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ക്യാമ്പർ വാൻ എക്സ്പീരിയൻസിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ്, യാത്രയിലുള്ള ഫ്ലെക്സിബിലിറ്റിയാണ്. നമുക്ക് അക്കോമഡേഷൻ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് തന്നെ ഒരു വീടാണ്. നമുക്ക് ഏതെങ്കിലും പാർക്കുകളിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. അതാണ് അതിൻ്റെ അകത്തുള്ളൊരു മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള കംഫർട്ട്, ഇപ്പോൾ ഒരു ലോങ് ട്രാവൽ ഇത്രയും, പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ സൗത്ത് ഐലൻഡാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോങ് അവേഴ്സ് വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ കാറിനുള്ളിൽ ഇരിക്കുമ്പോഴുള്ള ഒരു കൺജഷൻ ഫീൽ ചെയ്യില്ല. ഇതിൻ്റെ അകത്താകുമ്പോൾ എഴുന്നേറ്റ് നടക്കാം, ടോയ്ലറ്റ് ഉപയോഗിക്കാം, ഷവർ വരെ ഉണ്ട്, ഷവർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഇനിയിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ പോയി കിടക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ റെസ്റ്റ് എടുക്കണമെങ്കിൽ കിടക്കാമെന്ന് പറയുമ്പോൾ ലീഗലി എനിക്കത് പറയാൻ പറ്റില്ല. ലീഗലി നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇരിക്കണം, സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിക്കണം. സീറ്റ് തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കുഷനുള്ള വീട്ടിലെ സോഫ പോലത്തെ സീറ്റുകളാണ്. ഡ്രൈവർ സീറ്റും പാസഞ്ചർ സീറ്റാണെങ്കിൽ പോലും അതുപോലെ തന്നെയുള്ള രീതിയിലുള്ളൊരു കംഫർട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുള്ള സീറ്റാണ്. അപ്പോൾ കംഫർട്ടാണ് ഒരു വലിയൊരു ഫാക്ടർ നമ്മൾ ലോങ് ട്രാവലിന് ഇതിനകത്ത് ഉള്ളത്. പിന്നെ ഇത് പല രീതിയിലുള്ള ക്യാമ്പർ വാൻസ് ഉണ്ട്. നമുക്ക് കാരവാനായിട്ട് ഉള്ളതുണ്ട്. കാരവാനായിട്ടുള്ളത് നമ്മൾ വണ്ടിയുടെ ബാക്കിൽ നമ്മൾ ഹുക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ്. വണ്ടിയുടെ ബാക്കിൽ ഹുക്കുള്ള ഏത് വണ്ടിക്കാണെങ്കിൽ നമുക്ക് കാരവാൻ കുക്ക് ചെയ്ത് കൊണ്ടുപോയി ഉപയോഗിക്കാം. പക്ഷെ അത് ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഡ്രൈവിങ് ഇത്രയും സ്മൂത്ത് ആയിരിക്കില്ല നമ്മുടെ വണ്ടിയുടെ പകയിലൊരു സാധനം ഉള്ളപ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കംഫർട്ട് കിട്ടില്ല. ഇതുപോലെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കിടക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാനോ ടോയ്ലറ്റ് ഉപയോഗിക്കാനോ ഒന്നും പറ്റുന്ന ആ ഒരു കംഫർട്ടും കാരവാനിലുണ്ടാവില്ല. ക്യാമ്പർ വാൻ അല്ലെങ്കിൽ മോട്ടോർ ഹോം എന്ന് പറയുന്നത് രണ്ടും സെയിമാണ്. മോട്ടോർ ഹോം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് വന്നൊരു പേരാന്ന് മാത്രമേ ഉള്ളൂ. ക്യാമ്പർ വാൻ തന്നെയാണ്. ഇപ്പോൾ മോട്ടോർ ഹോമിൽ ഒരുപാട് വ്യത്യാസങ്ങൾ, ഒരുപാട് ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോട്ടോർ ഹോമുണ്ട്. ഈ വണ്ടി ഫിയറ്റിൻ്റെ എന്നാണ് അതിൻ്റെ മോഡലിൻ്റെ പേര്, ഡെക്കാറ്റോ എന്നാണ് തോന്നുന്നത്. ഇത് 5 ബെർത്തുള്ള ക്യാമ്പർ വാൻ മോട്ടോർ ഹോമാണ്. 5 പേർക്ക് യാത്ര ചെയ്യാം, 5 പേർക്ക് ഉറങ്ങാം. അങ്ങനെയുള്ള സാധനമാണ്. അപ്പോൾ ഞങ്ങൾ 5 പേരുള്ളതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. ബേബി ഉൾപ്പെടെ 5 പേരുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് 4 സീറ്റുള്ളത്, രണ്ട് പേർക്കുള്ളത് ഏത് റേറ്റ് വേണമെങ്കിലും കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ റേറ്റിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള, കുറച്ചുകൂടി പുതിയതായിട്ടുള്ളതാണ് ഞാൻ നോക്കിയത്. കുറച്ച് പഴയ വണ്ടികളാകുമ്പോൾ അവർ ഓടിക്കാനായിട്ടുള്ളൊരു കംഫർട്ട്. ഇത് 2016 വണ്ടി. അധികം ഓടിയിട്ടില്ല, 70,000 ആകെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കംഫർട്ടും മോഡേൺ അതിനായിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ വ്യത്യാസമുണ്ടാവും. ഈ മോട്ടോർ ഹോം എന്ന് പറയുന്നത് കമ്പനി ബിൽറ്റായിട്ട് മോട്ടോർ ഹോമായിട്ട് ഇറക്കുന്ന സാധനമാണ്. അതല്ലാണ്ട് ക്യാമ്പർ വാൻസ് ഒരുപാട് ഇപ്പോൾ വാൻ വാങ്ങിച്ചിട്ട്
അത് മോഡിഫൈ ചെയ്ത് കംപ്രമൈസ് ഒത്തിരി ഇതുണ്ട്. അത് ചെയ്തു തരുന്ന കമ്പനികളും ഒക്കെ ഉണ്ട്. ഇത് ഈ മോഡൽ മോട്ടോർ ഹോമായിട്ട് ഇറങ്ങുന്ന മോഡലാണ്. ഈ നോർമൽ ലൈസൻസ് ഉള്ളവർക്ക് ഇത് ഓടിക്കാൻ പറ്റുമോ? നോർമൽ ലൈസൻസ് മതി. ഇതിന് ഈ വണ്ടിക്ക് കാർ ലൈസൻസിന്റെ ആവശ്യമുള്ളൂ. നമ്മുടെ സാധാരണ വണ്ടിയിൽ നിന്നും എന്തെങ്കിലും ഡ്രൈവിംഗ് ഡിഫറെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഡ്രൈവിംഗ് ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ പിന്നെ അതൊരു അഡ്ജസ്റ്റ് ആവും. നമ്മളിപ്പോൾ ഒന്ന് ഓടിച്ച് ഒരു ദിവസം ഓടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സമയം ഓടിച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ അത് അഡ്ജസ്റ്റ് ആവും. അതിൻ്റെ അകത്ത് ഈ ഒരു വണ്ടിക്കുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കാണ്. മാനുവലായിട്ടുള്ള വണ്ടികളുണ്ട്, ഒത്തിരി വണ്ടികൾ മാനുവലായിട്ട് വരുന്നതാണ്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ളതാണ്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോഴും ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഓട്ടോമാറ്റിക്കാണ്. അതിൻ്റെ അകത്ത് മാനുവലിൻ്റെ തന്നെ ഒരു രീതിയിലുള്ള ഒരു ഓട്ടോമാറ്റിക്കാണ് അത്. പിന്നെ അതുപോലെ യൂറോപ്യൻ വണ്ടിയാണിത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് ഇതിൽ സിഗ്നൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആ ഹാൻഡ് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ആ സൈസ്, വണ്ടിയുടെ സൈസ് ഇത്രയും ലോങ് വണ്ടിയാണ്. 7 ഇവിടെ എഴുതി വെച്ചിട്ട് 7.2 മീറ്ററാണ് അതിൻ്റെ ലെങ്ത്ത്, 3.3 മീറ്ററാണ് ഹൈറ്റ്. അപ്പോൾ വലിയ വണ്ടിയാണ്. നമുക്ക് അതുമായിട്ടൊന്ന് യൂസ്ഡ് ആവും. നമ്മൾ വണ്ടി ഒരു റൗണ്ട് അബൌട്ടിലൊക്കെ വരുമ്പോൾ ടേൺ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ളൊരു കുറച്ച് വൈഡറായിട്ട് എടുത്ത് ടേൺ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ സൈഡൊക്കെ കയറി പോകാനും ടയർ ഉറഞ്ഞു പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് വലിയ വണ്ടികളൊക്കെ പാസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഷേക്ക് ഫീൽ ചെയ്യും. കാരണം ഇത്രയും വലിയ വണ്ടി ആയതിന് കുറച്ചുകൂടി കാറ്റ് പിടിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സ്പീഡ്, നമുക്ക് ലീഗൽ സ്പീഡ് ശരിക്കും 90 ആണ്. 100-ൽ പോകാൻ പാടില്ല എന്നാണ് എൻ്റെ ലീഗൽ സേഫർ സ്പീഡ് ലിമിറ്റ് 90 കിലോമീറ്ററാണ്. പിന്നെ പക്ഷെ അതിപ്പോൾ ആരെങ്കിലും അത് ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. പക്ഷെ നമുക്ക് നേരിട്ട് കൊടുത്ത് പോകണമെങ്കിലും സ്മൂത്താണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കാർ ഓടിക്കുന്ന അതേ ഫീലിൽ തന്നെ. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഹെവി ആയതുകൊണ്ട് കയറ്റമൊക്കെ വരുമ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. ചേട്ടാ, ഈ വണ്ടി എടുത്തതിൻ്റെ എത്ര ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് പറയാമോ? അതിന് വരുന്ന എക്സ്പെൻസ്? ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിക്ക് പെർ ഡേ 270 ആയിരുന്നു അവരുടെ റേറ്റ്. പക്ഷേ നമുക്കതിന് അത് കൂടാണ്ട് നമുക്കതിൻ്റെ ബുക്കിംഗ് ചാർജ്, വേറെ പ്രോസസ്സിങ് ചാർജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ കുറച്ച് ചാർജുകളൊക്കെ വരും. കാരണം ഞാനിത് ബുക്ക് ചെയ്തത് ക്ലാപ്പിഫൈ എന്ന് പറയുന്നൊരു വെബ്സൈറ്റിൽ നിന്ന് ത്രൂ ആണ്. അപ്പോൾ അവരുടെ ചാർജൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇൻഷുറൻസ് നമ്മൾ പേ ചെയ്യണം. അതിൻ്റെ നമുക്ക് റിസ്ക് ടേക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഷുറൻസിൻ്റെ ഒരു ഓപ്ഷൻ ആണെങ്കിൽ നമുക്കൊരു $16 പെർ ഡേ ആണ് വരുന്നത്. അതേസമയം നമ്മൾ ഒരു $500 മാത്രം എക്സസ് ഉള്ള ഇതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് $41 പെർ ഡേ വരും. അപ്പോൾ ഞാൻ $500 എടുത്തത്. കാരണം നമുക്ക് കുറച്ചുകൂടി ഒരു സേഫായിട്ട് തോന്നിയത് അതാണ്. കാരണം ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും വണ്ടി വന്ന് തട്ടിയിട്ട് പോയാലോ, അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഹെയിൽ സ്റ്റോമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായി നമ്മൾ ക്യാമ്പിംഗ് പ്ലേസുകളിലൊക്കെ ഇടുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ ഈ $500 എക്സസ് ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എവിടെ ഇടാം. നമ്മൾ മാക്സിമം നമ്മൾ $500 കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ വണ്ടിക്ക് അകത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ആക്സിഡൻ്റലി ഡാമേജ് ആയാൽ പോലും നമുക്കത് ഇൻഷുറൻസിൽ കവർ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇതുള്ളതുകൊണ്ട് ഞങ്ങൾ ഇൻഷുറൻസ് കൂടി, അപ്പോൾ എല്ലാം കൂടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻഷുറൻസും മറ്റ് ചാർജുകളെല്ലാം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ
അത് പെർ ഡേ ഏകദേശം $350 നമുക്ക് പെർ ഡേ വരും. ഓക്കെ. ഒരു അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസ് ആണ്. പിന്നെ ചില വണ്ടികൾ അവർ അതിനകത്ത് ഡീസൽ വണ്ടിക്ക് ആകുമ്പോൾ റോഡ് യൂസർ ചാർജ് കൂടി അവർ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അത് നമ്മൾ ട്രിപ്പ് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് നോക്കിയാൽ ആ കിലോമീറ്ററിന് അനുസരിച്ചിട്ടാണ്. അത് 7 സെൻറ്റ് ആണെന്ന് തോന്നുന്നു ഒരു കിലോമീറ്ററിന്. അങ്ങനെ ആ ഒരു റേറ്റ് അവർ പറയുന്നുണ്ടാവും. അത് കൂടി ആഡ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഏകദേശം റേറ്റ് വരുന്നത് പെർ ഡേ. ചേട്ടാ ഇതുപോലെ തന്നെ നമുക്ക് ഹോളിഡേ പാർക്സ് ബുക്ക് ചെയ്യാൻ അതിൻ്റെ അവൈലബിലിറ്റി പെട്ടെന്ന് കിട്ടുമോ, അല്ലെങ്കിൽ അവിടെ പോയ ഫാമിലി ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ടുണ്ട്. ഇപ്പം പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എന്ത് പറയുന്നു? ക്യാമ്പർവാൻ സൈറ്റുകൾ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ക്യാമ്പർവാനിൽ പോകുന്ന സമയത്ത് അതിന് ഉപയോഗിക്കാവുന്ന ആപ്പുണ്ട്. അതിനകത്ത് 2-3 ആപ്പുകളുണ്ട്. അതിനകത്ത് നമുക്ക് ന്യൂസിലൻഡിൽ കൂടുതലും ഉപയോഗിക്കുന്ന ആപ്പുകൾ. അപ്പോൾ അത് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ക്യാമ്പർവാൻ ഈ സൈറ്റുകൾ, പാർക്കിംഗ് സൈറ്റുകൾ നമ്മളെ അതിനകത്ത് കാണിക്കും. അത് 2 ടൈപ്പ് സൈറ്റുകളാണ് സാധാരണ രീതിയിലുള്ളത്. ഒന്ന് ഡോഗ് സൈറ്റ്, അത് ന്യൂസിലൻഡ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള സൈറ്റുകളാണ് ഈ ഡോഗ് സൈറ്റുകൾ. DOC, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസർവേഷൻ, അതിൻ്റെ അടിയിൽ വരുന്നതാണ്. അവരുടെ സൈറ്റുകളെന്ന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി ഒരു ബീച്ച് സൈഡ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസുകളായിരിക്കും നമ്മൾ ഈ ക്യാമ്പർവാനുകളിലൊക്കെ ഉള്ളത്, ക്യാമ്പുകളുള്ളത്. പക്ഷേ അതിന് നമുക്ക് ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അതിന് നമുക്ക് കുറച്ചും കൂടി ഫെസിലിറ്റീസ് കുറവായിരിക്കും. അല്ലെങ്കിൽ അതൊരു മാനേജ്ഡ് ഒരു ഏരിയ അല്ല. നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ക്യാമ്പർവാൻ പാർക്ക് എന്ന് പറയുമ്പോൾ അത് വെൽ മാനേജ്ഡ് ആയിരിക്കും. അതിനൊരാളവ് നോക്കാനുണ്ടാവും, കുറേ കൂടി ഫെസിലിറ്റീസ് കൂടുതലുണ്ടാവും, കുറച്ചും കൂടി ക്ലീൻ ആയിരിക്കും. ഈ ഡോഗ് സൈറ്റുകൾ ചീപ്പാണ്. നമുക്കൊരു പെർ പേഴ്സൺ ഒരു $10 നമുക്ക് വരുള്ളൂ. അതേസമയം നമ്മൾ ഈ മാനേജ്ഡ് സൈറ്റുകളാണെങ്കിൽ പെർ പേഴ്സൺ $20, $25 വരെയൊക്കെ പെർ പേഴ്സൺ വരും. ചിൽഡ്രൻസിനാണെങ്കിൽ $10 അപ്പോൾ നമുക്കൊരു $85 മുതൽ ചിലതൊക്കെ $100 വരെ വരും മാനേജ്ഡ് പ്രൈവറ്റ് ക്യാമ്പർവാൻ സൈറ്റുകളാണെങ്കിൽ. പബ്ലിക് DOCD ആണെങ്കിൽ $50, $40 അത് നമ്മൾ ബുക്ക് ചെയ്ത് മിക്കവാറും സൈറ്റ് DOC സൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്യാം. നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് ഇതേപോലെ അങ്ങനെ ഒരു സൈറ്റ് കിട്ടാതെ വരുന്നൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമുക്ക് അന്ന് ഇന്നിപ്പോൾ ഒരു 2-3 മണിക്കൂർ മുമ്പ് ആലോചിച്ചാലും മതി. ഇന്ന് വൈകുന്നേരം എവിടെ സ്റ്റേ ചെയ്യണ്ടേ എന്ന് പറയുമ്പോൾ അടുത്തുള്ള നമ്മൾ പോണ വഴിക്കുള്ള ഒത്തിരി സൈറ്റുകളുണ്ട്. അപ്പോൾ നമ്മളൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, അവൈലബിൾ ആയിട്ടുള്ള സംഭവം കിട്ടും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനകത്ത് എനിക്ക് പ്രോബ്ലം തോന്നിയില്ല ഫെസിലിറ്റീസിനെ കുറിച്ച്. നിനക്ക് എന്താ തോന്നിയതിനെ കുറിച്ച്? എനിക്ക് ആദ്യം ഇനിഷ്യലി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്ത്. കാരണം സാധാരണ നമ്മൾ എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു വീട്ടിലാണ് നമ്മൾ താമസിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പിള്ളേരും കൂടെ ഉള്ളത് കൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻജോയ് ചെയ്തു, നല്ലതായിരുന്നു. പറഞ്ഞ പോലെ സ്റ്റേ, ബെഡും ഒക്കെ നല്ലതായിരുന്നു. ഹോളിഡേ പാർക്സ് ആണെങ്കിലും നമുക്ക് ഫെസിലിറ്റീസ് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. നമ്മൾ കിച്ചൺ ഞങ്ങൾ യൂസ് ചെയ്തു, ലോണ്ട്രി യൂസ് ചെയ്തു, ടോയ്ലറ്റും ഷവറും യൂസ് ചെയ്തു, എല്ലാം നല്ലതായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്. ആവശ്യത്തിന് ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയ സ്ഥലത്തൊക്കെ നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റുകളായിരുന്നു. അത് ഒത്തിരി ടോയ്ലറ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേറെ ക്യൂവോ റഷോ വെയിറ്റിംഗ് ഒന്നും വന്നില്ല. കിച്ചൺ ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് അവിടെ പോയി കുക്ക് ചെയ്തിട്ട് വണ്ടി തന്നെ കിച്ചണൊക്കെ ഉണ്ട്. ഇരിക്കുമ്പോൾ നമുക്ക് പുറത്ത്, അതുപോലെ തന്നെ മിക്ക ക്യാമ്പർവാൻ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോളിഡേ പാർക്കുകളിലൊക്കെ കിഡ്സിൻ്റെ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ ഡംപിങ്, നമുക്ക് ഈ വണ്ടിയുടെ വേസ്റ്റ് ഡംപ് ചെയ്യാനായിട്ടുള്ള സ്ഥലം ക്യാമ്പർവാൻ പാർക്കുകളിലാണ് ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് ഗ്രേ വാട്ടറും ബ്ലാക്ക് വാട്ടറും
ഇതിൻ്റെ നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്തിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഫില്ല് ചെയ്യുകയൊക്കെ ചെയ്യണം. അതിനുള്ള സൗകര്യങ്ങൾ ആ പാർക്കുകളിലുണ്ടാവും. അതുകൊണ്ട് അത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ആദ്യമായിട്ടാണ് പബ്ലിക് ഷെയർഡ് ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ഫെസിലിറ്റികളൊക്കെ നമ്മൾ ഉപയോഗിച്ചത്. ഇതിനു മുമ്പൊക്കെ സ്വന്തമായിട്ടുള്ളതാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.